ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഷോൾ കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലാണ്. അതിന് ചേരുന്ന കോട്ടൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഒരു ഷിഫോൺ ടൈപ്പാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചുരിദാറിന് മടക്കിയിടുന്ന പോലെ നാലാക്കി ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. നമ്മളിവിടെ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 45 ഇഞ്ചാണ്. 1.5 ഇഞ്ച് താഴ്ത്തുമ്പും കൂട്ടി 46.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. നമുക്കിനി മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇവിടെ നമ്മൾ കോളർ ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ 3/4 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 6.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടി കൂട്ടി 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ താഴേക്കും മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്ത 7.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ആം ഹോള് എത്രയാണ് അത് നമ്മൾ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 7 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഞാനിതുപോലൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ 40 സൈസാണ് വരുന്നത്. 40നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് താഴ്ത്തുമ്പം കൂട്ടിയെടുത്ത് 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി മുകളിൽ നിന്നും വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ച്. അതുപോലെ തന്നെ സ്ലിറ്റ് കുർത്തിയാണ്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ച്. അതും ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് താഴ്ത്തുമ്പം കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്ന് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക 10.5 ഇഞ്ച്. 1 ഇഞ്ച് താഴ്ത്തുമ്പം കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 3 പോയിൻറ്റ്സും തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴത്തെ ബോട്ടം വിഡ്ത്ത് വരുന്നത് 12.5 ഇഞ്ച്. 1 ഇഞ്ച് താഴ്ത്തുമ്പം കൂട്ടി 13.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ആ മുകളിലെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ താഴത്തെ ആ സൈഡ് വശം താഴേക്ക് തൂങ്ങി വരാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. നമ്മളിവിടെ കോളർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നതിലും കുറച്ചെടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. അതിനുശേഷം ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചിരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. പിടിക്കുക. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കുക. ഇതിന് തൊട്ട് താഴെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിൻ്റെ ഉൾവശത്ത് കൂടെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ഷോൾഡർ സ്ലോപ്പ് തൊട്ട് താഴെ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗം ഫോൾഡഡ് ആയതുകൊണ്ട് ആ ഭാഗം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടും ബാക്കും നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ആ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോളും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റിയിടാം. ഇനി ബാക്ക് പാർട്ടിൽ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ നെക്ക് വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മളൊരു കോളർ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാത്രമാണ് എടുക്കുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൽ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൻ്റെ ക്യാൻവാസ് 2 ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നെക്ക് വിഡ്ത്ത് നമ്മളിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്കൊരു 7.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. ഇനി അതിന് ശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തു. ഇനി നമുക്ക് ആ മുകളിലെ ആ പോയിന്റിൽ നിന്നും താഴത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ചൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ച് ഇതുപോലെ നമ്മളൊരു വിയും യുവും ആയിട്ടുള്ളൊരു ഷേപ്പിൽ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ്, കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ പിൻ കുത്തിയതിന് ശേഷം തൊട്ട് ഇപ്പുറത്ത് നിന്ന് 1 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കുന്നത്. 1 ഇഞ്ചിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റ്സ് എല്ലാം ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പം നമുക്കിത് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു നെക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ലൈനിങ്ങും ഇതേ അളവിൽ തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ അയൺ ചെയ്ത് സൈഡ് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിൻകുത്തി എടുത്തതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സൈഡിലെല്ലാം സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഉൾ സൈഡിലേക്ക് മടക്കി എടുക്കുക. ഇനി അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ ബാക്ക് പാർട്ട് നിവർത്തി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ 2 വശത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ട് ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് വിടാതെ തന്നെ നമ്മൾ ചുറ്റും അളന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിതുപോലെ അളന്ന് നോക്കുക. എനിക്കിവിടെ 23 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ കോളർ 2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം. ഇനി നമുക്ക് 23 ഇഞ്ചിൻ്റെ പകുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നമ്മളിത് 2ആക്കി മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് കോളർ അളന്നുമ്പോൾ കിട്ടിയത് 11.5 ഇഞ്ചാണ്. അപ്പോൾ ആ 11.5 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ നമ്മൾ 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു ലൈൻ നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കോളറിന് ഞാനിവിടെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കോളറിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ 4 ഇഞ്ചൊക്കെ എടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ച് യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 3.5 ഇഞ്ചിൻ്റെ ഒരു ക്യാൻവാസ് വിഡ്ത്തുള്ള ക്യാൻവാസ് എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ അറ്റത്ത് നിന്ന് താഴത്തെ ആ 11.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചെരിച്ച് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അപ്പോൾ നമ്മളിവിടെ 11.5 ഇഞ്ച്, ഇവിടെ നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരച്ച ആ ലൈൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ഒരു 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. കറക്റ്റ് നമ്മൾ ഇതുപോലെയല്ല വരയ്ക്കുന്നത്, കണ്ട ഇതുപോലെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മളിതുപോലെ വരച്ചെടുത്തു. നമ്മൾ വരച്ചെടുത്ത ആ ലൈനിലൂടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കോളറിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ഇനി നമുക്കിത് നിവർത്തി മെയിൻ ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മെയിൻ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചുറ്റും തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതേ അളവിൽ തന്നെ ഒരു പീസും കൂടി എടുക്കുക. അപ്പോൾ നല്ല വശം 2 പീസിൻ്റെയും നല്ല വശമാണ് ഞാനിവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ ആ ഷേപ്പ് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അറ്റം തൊട്ട് ഇപ്പുറത്തെ അറ്റം വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചുറ്റും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കോളർ നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. നമ്മൾ അയൺ ചെയ്തെടുത്തിരുന്ന ക്യാൻവാസ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ആ ക്യാൻവാസിൻ്റെ അരികിലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് താഴത്തെ പീസിൽ നമ്മളിതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻവാസ് എവിടെ വരെയാണോ ഉള്ളത് അതാണ് നമ്മൾ താഴത്തെ പീസിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴത്തെ പീസിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ താഴത്തെ പീസിൽ കണ്ട ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ താഴത്തെ പീസിൽ നമുക്കൊരു 1/2 ഇഞ്ച് മതിയാവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഈ കോളർ 2ആക്കി മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തൊന്ന് ഒരു കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ താഴത്തെ ഭാഗത്ത് കട്ട് വന്നില്ല. അപ്പോൾ ഞാനവിടെ ഒരു ചോക്ക് ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് കുറച്ചും കൂടിയും പീസ് ഇങ്ങനെ
എക്സ്ട്രാ നിൽക്കുന്നുണ്ട്, ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. നമുക്കൊരു 1/2 ഇഞ്ചോളം മതി താഴത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ സൈഡിലും കുറച്ച് പീസ് കൂടുതലുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. കുർത്തിയുടെ നല്ല വശം ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കോളറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ കോളറിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തു. അപ്പോൾ കുർത്തിയിലും നമ്മൾ ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. അപ്പോൾ ആ താഴത്തെ പീസിലാണ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചേക്കുന്നത്. ആ പീസ് മാത്രമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ തിരിച്ചിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗം വരെ നമ്മൾ ആ ലൈൻ വരച്ച ഭാഗത്തുനിന്ന് ഷോൾഡറിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിലുള്ള പീസിലാണ് ക്യാൻവാസ് വരുന്നത്. ആ ക്യാൻവാസിൻ്റെ ആ മുകൾ ഭാഗം ഇതുപോലെ ക്യാൻവാസിലേക്ക് മടക്കിയതിന് ശേഷം ഈ തയ്യൽ തുമ്പിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു. ഇപ്പം ഞാനിവിടെ പിൻ കുത്തി എടുത്തിട്ടുണ്ട്. തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് ഞാനിവിടെ പിൻ കുത്തി ആ ഭാഗം മാത്രം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന ഈ തയ്യൽ തുമ്പ് ഇതുപോലെ പുറത്തേക്ക് എടുത്തതിന് ശേഷം അവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴത്തെ പീസിലും മുകളിലെ പീസിലും നമ്മളവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കട്ടിങ് ഇട്ട് ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക, രണ്ട് പീസിലും. അപ്പോൾ നമുക്ക് താഴത്തെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് അവിടെ നേരത്തെ തന്നെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കോളറിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ്, കോളറിൻ്റെ തയ്യൽ തുമ്പ് ആ നെക്കിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നെക്കിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഷോൾഡർ തൊട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു സൈഡ് വശം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശവും നമ്മൾ ഇതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഷോൾഡർ തൊട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളറാണിത്. ഇനി നമ്മളിത് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പം നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ സൈഡ് പീസിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ വരുന്നത് ഒരു 9.5 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. സ്ലീവിൻ്റെ താഴത്തെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ച്. അവിടെ നിന്ന് മുകളിലേക്ക് സ്ലീവിൻ്റെ ഷേപ്പ് 3.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഷേപ്പ് വരച്ചെടുക്കാം. ഇനി സ്ലീവിൻ്റെ ഓപ്പണിംഗ് റൗണ്ട് വരുന്നത് 6 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇനി സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി സ്ലീവ് നിവർത്തി എടുത്തതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് കൂടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തു നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തു നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടതനുസരിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റ് കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സൈഡിലേക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക, താഴത്തെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിതിൽ രണ്ട് ബട്ടൺസും ആ സെയിം കളറിൽ തന്നെ ഞാനിവിടെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.